ഭഗവാൻ കൃഷ്ണൻ എന്തിനാണ് മയിൽപീലി തലയിൽ ധരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഉണ്ട്. അതിന്റെ പ്രകടമായ കാരണം വിശദമാക്കുന്ന മനോഹരമായൊരു കഥ ശ്രീമദ് ഭാഗവതത്തിൽ പരാമർശിച്ചിരിക്കുന്നു. സുന്ദരമായ വൃന്ദാവനത്തിലെ വനത്തിന്റെ സുഖഭോഗങ്ങൾക്കിടയിൽ ഒരു വേനൽക്കാല പ്രഭാതത്തിൽ കൃഷ്ണൻ ഒരു മയക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റു. അല്പസമയത്തിന് ശേഷം വിശ്രമിക്കുകയായിരുന്ന ഗോപാലക സുഹൃത്തുക്കളെ ഉണർത്താൻ തീരുമാനിച്ചു. തന്റെ ഓടക്കുഴൽ ഇടുപ്പിൽ നിന്നും ഊരിയെടുത്ത് ആലപിക്കുവാൻ തുടങ്ങി. ദൂരെ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന ഗോക്കളെ തിരിച്ചു വിളിക്കുവാൻ കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴലിലൂടെ മോഹിപ്പിക്കുന്ന ഈണം വായിച്ചപ്പോൾ അതിൽ നിന്നുത്ഭവിച്ച വശീകരിക്കുന്ന കമ്പനം വൃന്ദാവനത്തിലും പരിസരത്തുമുള്ള മയിലുകളെ നിഗൂഢമായി ആകർഷിച്ചു. താമസിയാതെ നിരവധി മയിലുകൾ കൃഷ്ണന്റെ ചുറ്റും കൂടി സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലാ നാടൻ കലകളുടെയും ഉറവിടമായ ശ്രീകൃഷ്ണൻ അവരുടെ നൃത്തം കണ്ട് സന്തോഷിച്ചു. തന്റെ മുഖഭാവങ്ങളും പുഞ്ചിരിയും മൂലം മയിലുകളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അവൻ അവരെ നൃത്തം ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ആ പറവകൾ സന്തോഷത്തോടെ നിലവിളിച്ചു. അവയുടെ ശബ്ദം വൃന്ദാവനത്തിലുടനീളം മുഴങ്ങാൻ തുടങ്ങി. ആവേശഭരിതരായി മുകളിലേക്ക് ചാടി ചിറകിട്ടടിച്ചു. മയിലുകൾ ചുറ്റും കൂടി നൃത്തമാടുന്നതിനിടെ അവരുടെ രാജാവ് മുന്നോട്ട് വന്നു. അത് കൃഷ്ണന്റെ പാദങ്ങളിൽ സ്പർശിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. കൃഷ്ണൻ ആ ആഹ്വാനം സ്വീകരിച്ച് മയിലുകൾക്കൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. കൃഷ്ണൻ മയിലുകൾക്കൊപ്പം ചേർന്നപ്പോൾ കൃഷ്ണന്റെ ചുവടുകളുടെ താളവുമായി പൊരുത്തപ്പെടുന്നതിന് അവയുടെ ശബ്ദത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. ഓടക്കുഴലിന്റെയും മയിലിന്റെയും ഈണങ്ങളാൽ പ്രകമ്പനം കൊള്ളിച്ച ഭഗവാൻ കൃഷ്ണൻ തന്റെ ചുവടുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ചില മയിലുകൾക്ക് അവന്റെ വേഗതയിൽ പിടിച്ചു നിൽക്കാനായില്ല. ഭഗവാന്റെയും മയിലുകളുടെയും നൃത്തം കാണുവാൻ വൃന്ദാവനത്തിന്റെ നാനാഭാഗത്തു നിന്നും മൃഗങ്ങൾ ചുറ്റും കൂടി. ഭഗവാൻ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ പോലും തന്റെ യജമാനന്റെ അഭൂതപൂർവമായ പ്രകടനം കണ്ട് സ്വയം മോഹിപ്പിക്കുന്ന ഈണം വായിക്കുവാൻ തുടങ്ങി. വൃന്ദാവന കുന്നുകളിൽ നിന്നും ദർശിക്കുമ്പോൾ ഈ പ്രകടനം അത്യന്തം അത്ഭുതകരമായിരുന്നു. ശ്രീകൃഷ്ണനും മയിലുകളും ഏറെ നേരം സംയുക്തമായി നൃത്തം ചെയ്തു. സ്വാഭാവികമായും ഏറെ വൈകാതെ മയിലുകൾ തളർച്ചയാൽ നൃത്തം നിർത്തി. എന്നാൽ കൃഷ്ണൻ അപ്പോഴേക്കും ആത്മനിർഭരമായ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിച്ചിരുന്നു. ആഹ്ലാദത്തിൽ നൃത്തം തുടർന്നുകൊണ്ടിരുന്ന അവനെ സംബന്ധിച്ചിടത്തോളം ലോകം ഇല്ലാതായി. കുറെ നാളുകൾക്ക് ശേഷം അവൻ ഈണവും നൃത്തവും നിർത്തിയപ്പോൾ ഒരു മയക്കുന്ന നിശബ്ദത. അപ്പോൾ മയിൽ രാജാവ് ശ്രീകൃഷ്ണനെ സമീപിച്ച് നന്ദി സൂചകമായി വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ പരമേശ്വര, നിങ്ങൾ ആനന്ദത്തിന്റെ ഒരു ഉത്സവം സൃഷ്ടിച്ചു. അതിനായി ഞങ്ങൾ നിങ്ങളോട് ശാശ്വതമായി കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഗുരുദക്ഷിണ നൽകേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളുടെ ഏക ഐശ്വര്യമായ ഞങ്ങളുടെ തൂവൽ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ദയവായി അവ നിങ്ങളുടെ കിരീടത്തിൽ അലങ്കാരമായി ധരിക്കുക. മയിൽ ഇപ്രകാരം പറയുകയും അത് തന്റെ ദിവ്യമായ തൂവലുകൾ കൃഷ്ണന് ചുറ്റും കുടഞ്ഞിടുകയും ചെയ്തു. ഭഗവാൻ അവയിൽ ചിലതെടുത്ത് തന്റെ തലപ്പാവിൽ തിരുകി. അന്നു മുതൽ പരമദേവൻ തന്റെ ശിരസിൽ മയിൽപീലി ധരിക്കുവാൻ തുടങ്ങി.